കുവൈറ്റ് തീപിടുത്തത്തിൽ മരിച്ച ഇന്ത്യക്കാരുടെ മൃതദേഹവും വഹിച്ചുള്ള വ്യോമസേനയുടെ പ്രത്യേക വിമാനം കൊച്ചിയിലേക്ക് യാത്ര തിരിച്ചിരിക്കുകയാണ്. പ്രാദേശിക സമയം പുലർച്ചെ 1:15 വിമാനം കുവൈറ്റിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്നത്. ദുരന്തത്തിൽ മരിച്ച 45 ഇന്ത്യക്കാരുടെ മൃതദേഹം വിമാനത്തിൽ രാവിലെ 8:30 കൊച്ചിയിൽ എത്തിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. വിവരങ്ങളുമായി ടി ജമാലുദ്ദീൻ UAE-യിൽ നിന്ന് ചേരുകയാണ്. ജമാൽ, ഇപ്പോൾ അവസാനമായി മൃതദേഹം എത്താൻ പോവുകയാണ്. ഇന്നലെ ആരോഗ്യമന്ത്രി അടക്കം ഇവിടെ എത്തേണ്ട ഒരു സാഹചര്യം, ഇതിനെയൊക്കെ നിഷേധിച്ചുകൊണ്ട് ഉണ്ടായ രാഷ്ട്രീയപരമായ സാഹചര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇപ്പോൾ ഏറ്റവും ആശ്വാസമായിക്കൊണ്ട് 23 മലയാളികളുടെയും മൃതദേഹം 8:30 നെടുമ്പാശ്ശേരിയിൽ എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റ് ഇന്ത്യക്കാരുടെയും മൃതദേഹം ഇതേ വിമാനത്തിൽ കൊച്ചിയിലേക്ക് എത്തിക്കാൻ തന്നെയാണല്ലേ തീരുമാനം? അഞ്ജന, 24 മലയാളികളാണ് മൃതദേഹങ്ങളാണ് ഉള്ളത്. കാരണം അവസാനമായി നമുക്ക് ലഭിച്ച ഡെന്നി ബേബി കരുണാകരൻ, അദ്ദേഹം കൊല്ലം സ്വദേശിയാണ്. പക്ഷേ അദ്ദേഹം മുംബൈയിലാണ് സ്ഥിര താമസം. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ മൃതദേഹം ഉൾപ്പെടെ 24 മലയാളികളുടെ മൃതദേഹമാണ്. ഒപ്പം തന്നെ ഈ 45 ഇന്ത്യക്കാർ, ഈ 24 മലയാളികൾ ഉൾപ്പെടെ 45 ഇന്ത്യക്കാരുടെ മൃതദേഹമാണ് ഇപ്പോൾ ഈ കുവൈത്തിൽ നിന്ന് പുറപ്പെട്ടുള്ളത്. ഈ കുവൈത്ത് സമയം 3:45 ഇന്ത്യൻ സമയം 3:45 കൂടിയാണ് കുവൈത്തിൽ നിന്ന് ഈ വിമാനം പുറപ്പെട്ടത്. വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗും ഉന്നത ഉദ്യോഗസ്ഥരും കൂടി എത്തുന്നുണ്ട്. 8:45 കൂടി ഈ വിമാനം കൊച്ചി വിമാനത്താവളത്തിൽ എത്തിച്ചേരും. അവിടെ നിന്ന് ഉദ്യോഗസ്ഥർക്ക് അല്ലെങ്കിൽ മന്ത്രിമാർക്ക് ഈ മൃതദേഹം കൈമാറിയ ശേഷം ഈ വിമാനം പിന്നീട് ഡൽഹിയിലേക്ക് തിരിക്കും. 45 ഇന്ത്യക്കാരുടെ മരണമാണ് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഒരാളെ കൂടി ഇനി തിരിച്ചറിയാറുണ്ട്. മൊത്തം 49 പേരാണ് ഈ അപകടത്തിൽ മരിച്ചത്. 3 ഫിലിപ്പീൻസ് സ്വദേശികളും 45 ഇന്ത്യക്കാരും മരിച്ചു. ഇനി ഒരാളെ കൂടി തിരിച്ചറിയാനുണ്ട്. DNA ടെസ്റ്റ് നടത്തിയാൽ മാത്രമേ ഇദ്ദേഹത്തെ തിരിച്ചറിയാനാകൂ എന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ആശുപത്രിയിലാണെങ്കിൽ ഏതാണ്ട് 30ഓളം പേർ ഇപ്പോഴും ചികിത്സയിലാണ്. ഇവരുടെ പരിക്ക് സാരമുള്ളതല്ല എന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഇതിനിടെ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് 3 പേർ റിമാൻഡിലായിട്ടുണ്ട്. ഒരു സ്വദേശിയും 2 പ്രവാസികളുമാണ് പിടിയിലായതെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. എന്നാൽ ഇവരെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. ഏതായാലും കുവൈത്തിൽ നിന്ന് ഈ 45 ഇന്ത്യക്കാരെയും വഹിച്ചുകൊണ്ടുള്ള വ്യോമസേനയുടെ പ്രത്യേക വിമാനം ഇന്ത്യയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ജമാൽ, അതായത് വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ്, ഈ ഡെന്നി ബേബി കരുണാകരൻ എന്ന് പറയുന്ന മലയാളിയാണ്, പക്ഷേ ഇദ്ദേഹം മുംബൈയിലാണ് താമസിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ മൃതദേഹവും മറ്റും എങ്ങോട്ടാണ് കൊണ്ടുപോകുക? മുംബൈയിലേക്ക് കൊണ്ടുപോകാനാണോ തീരുമാനമായിരിക്കുന്നത്? തീർച്ചയായും ഡെന്നി ബേബി കരുണാകരന്റെ മൃതദേഹം കൊച്ചിയിലേക്കല്ല, കൊച്ചിയിൽ നിന്ന് വഹിച്ചതിന് ശേഷം മുംബൈയിലേക്ക് കൊണ്ടുപോകും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. മുംബൈയിലാണ് മറ്റ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. അതായത് കേരളത്തിൽ കൊച്ചിയിൽ കൈമാറുക 23 മലയാളികളുടെ മൃതദേഹമായിരിക്കും. ഒരു മലയാളിയുടെ, അതായത് കൊല്ലം സ്വദേശിയായ ഡെന്നി ബേബി കരുണാകരൻ, അദ്ദേഹം ഈ പറഞ്ഞതുപോലെ മുംബൈയിലാണ് താമസിക്കുന്നത്. അദ്ദേഹത്തിന്റെ മൃതദേഹം പിന്നീട് മുംബൈയിലേക്ക് കൊണ്ടുപോകും. ശരി, ടി ജമാലുദ്ദീനാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ച ഇന്ത്യക്കാരുടെ മൃതദേഹം അവിടെ നിന്ന് വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ പുറപ്പെട്ടിരിക്കുകയാണ്. 8:30 വിമാനം കൊച്ചിയിലേക്ക് എത്തുക. 45 ഇന്ത്യക്കാരുടെ മൃതദേഹം വഹിച്ചുകൊണ്ടാണ് വിമാനം പുറപ്പെട്ടിരിക്കുന്നത്. ഇതിൽ 24 മലയാളികളാണുള്ളത്. ഇതിൽ 23 പേരെയും കേരളത്തിൽ തന്നെ സംസ്കരിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് മുന്നോട്ട് പോകുന്നത്. 24-ാമത്തെ അയാൾ കൊല്ലം സ്വദേശിയാണ്. പക്ഷേ അദ്ദേഹം താമസിക്കുന്നത് മഹാരാഷ്ട്രയിലാണ്, മുംബൈയിലാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മൃതദേഹം മുംബൈയിലേക്ക് കൊണ്ടുപോകുന്നതിനാണ് തീരുമാനമായിരിക്കുന്നത് എന്നാണ് ടി ജമാലുദ്ദീൻ നൽകിയ വിവരങ്ങൾ.